ക്ലച്ച് ചവിട്ടി ഫിഫ്ത്തിലേക്ക് ഇടുന്നു. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാറ് ഓടിക്കുന്ന ടൈമിൽ ഗിയർ മാറേണ്ട കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ട്. ആ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ഗിയർ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വാഹനം പെട്ടെന്ന് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഗിയർ ഷിഫ്റ്റ് ഒരു കാരണവശാലും തെറ്റാതിരിക്കാനും പ്രോപ്പർ ടൈമിങ്ങിൽ ഓരോ റോഡും സാഹചര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ നിങ്ങൾ വാഹനം ആദ്യമായിട്ട് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയും കൂടെ കൊടുക്കുക. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഈ നടുക്ക് കിടക്കുന്ന ന്യൂട്രലിനെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കണം. കാരണം ഡ്രൈവിംഗ് പഠിക്കുന്നവരെ ഈ ന്യൂട്രൽ പൊസിഷൻ പലപ്പോഴും ഗിയർ മാറ്റുമ്പോൾ മറന്നുപോകും. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കൈയുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ഇങ്ങനെ ചേർത്ത് മേളിലേക്ക് ഇടുന്നതാണ് പാം മെത്തേഡ്. ഇത് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. ഇനി സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇതുണ്ടോ, കൈ ഇങ്ങനെ പിടിക്കുന്നു. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുത്ത് ന്യൂട്രൽ സെക്കൻഡ്. തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ കൈ പിടിക്കുക. എന്നിട്ട് ന്യൂട്രൽ മനസ്സിൽ ഓർക്കുക. അതായത് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് തട്ടിയാൽ ന്യൂട്രലിലേക്ക് വരും ഗിയർ ലിവർ. ലിവർ നടുക്ക് വന്നായിരിക്കും കിടക്കുന്നത്. ഒരു കാരണവശാലും ഇടത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ പോകില്ല. ഇനി ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ തേർഡ് ഗിയർ തെറ്റത്തില്ല. ഇനി ഫോർത്ത് ഇടുന്ന സമയത്തും നിങ്ങൾ ഇതുണ്ടോ ഇങ്ങനെ തന്നെ പിടിച്ച് ന്യൂട്രലിലേക്ക് ചുമ്മാ ഇടുക. നേരെ താഴോട്ട് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട ഫോർത്ത് ഗിയർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇടാം, തെറ്റിപ്പോകത്തില്ല. ഫിഫ്ത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ കൈ ഇങ്ങനെ തന്നെ പിടിച്ച് ന്യൂട്രലിലേക്ക് വരുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് പരമാവധി ലിവർ ചേർക്കുക. ഈ ഏരിയ ഇങ്ങോട്ട് ചേർത്തിട്ട് മേളിലേക്ക് ഇങ്ങനെ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും. ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഗിയർ ലിവർ പിടിച്ച് ഒന്ന് ഗിയർ ലിവർ ഫ്രീ ആക്കി കൊടുക്കുക. ന്യൂട്രൽ വന്ന് ഫ്രീ ആക്കുമ്പോൾ ലിവർ നേരെ നടുക്ക് വരും. ഇത് കണ്ടോ, നടുക്ക് പൊസിഷൻ വരും. ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇട്ടാൽ നമുക്ക് ഫോർത്ത് ഗിയർ ഇടാം. ഇനി നേരെ മേളിലേക്ക് ഇട്ടാൽ തേർഡ് വരുന്നു. ഇനി വീണ്ടും ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുന്നു. ഇങ്ങനെ പിടിച്ച കൈ ഇത് ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നേരെ താഴോട്ട് ഇട്ടാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. ഫസ്റ്റിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പിടിക്കുക. നേരെ മുകളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് കഴിയും. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ ഇടുകയാണ്. വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കി ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ഇങ്ങനെ ചേർക്കുന്നു. മേലേക്ക് ഇടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു. വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്നു. എടുത്താൽ ഉടൻ സെക്കൻഡ് കൊടുക്കുക എന്നുള്ളതല്ല, ക്ലച്ച് അയച്ച് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അടുത്ത ഗിയർ പോകാനായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഇതുകൊണ്ടോ ഇത്തിരി സ്പീഡ് ആക്കുന്നു. ഈ സ്പീഡ് ആക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാകുക. ഒരു കൈ ഗിയർ ലിവറെ വെച്ച് അടുത്ത ഗിയർ ഇടാനായിട്ട് നിങ്ങൾ റെഡിയാണ്. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ചെറിയൊരു കയറ്റമാണ് കയറി പോകുന്നത്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാനിത് സ്പീഡ് ആക്കുന്നു. അത്യാവശ്യം മൂവ് ആയെന്ന് ഉറപ്പുവരുത്തിയാൽ ആക്സിലറേഷൻ അയച്ചു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇട്ടു, ക്ലച്ചിൽ റിലീസ് ചെയ്തു, ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുത്തു. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലാഗ് വരാതെയാണ് ഞാനിപ്പോൾ ഗിയർ മാറ്റിയത്. കയറ്റത്തിടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഗിയർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കയറ്റത്ത് നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യം ചെയ്യണം. അതിന് നമുക്ക് ലാഗ് വരാനായിട്ട് പാടില്ല. എന്നാൽ നമ്മുടെ വണ്ടി കയറ്റമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സാവധാനം അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനിവിടെ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരികയാണ്. ഇത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആയി ഇതേ സ്പീഡാക്കി ഏകദേശം ഒരു 30 കിലോമീറ്റർ അടുത്ത് സ്പീഡാക്കി എൻ്റെ ഇടത്തെ കൈ ഗിയർ ലിവറെ വെക്കുന്നു, വലത് കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു. സ്പീഡാക്കി ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി ഇതുകൊണ്ട് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഈ സമയം സാവധാനം തേട് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു. കണ്ടോ, ഇത് നിരപ്പായിട്ടുള്ള പ്രതലത്തിലായതുകൊണ്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന അളവിൽ വണ്ടി ഉരുണ്ടോണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ക്ലച്ച് പിടിക്കാനും അടുത്ത ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ട്. ഒരുപാട് ലാഗ് വരുത്താതെ നിങ്ങൾ ഗിയർ ഇട്ടാൽ മതി. ഇപ്പൊ ഞാൻ ഇങ്ങനെ തേർഡിൽ വരുവാണ്. ഇനി ഒരു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഒരു 35-40 അടുത്ത് ഒരു വേഗതയാക്കിയിട്ട് ഇതുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡ് ആക്കുന്നു. എന്നിട്ട് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചെ വെച്ചു. എന്നിട്ട് ക്ലച്ച് ചവിട്ടി ഫോർത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുകയാണ്.
ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4ലേക്ക് വരാം. ഇനി 5ലേക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കി ക്ലച്ച് ചവിട്ടി 5ലേക്ക് ഇടുന്നു. വീണ്ടും ഞാനിത് ക്ലച്ചിലും ബ്രേക്കിലും കൂടെ വരികയാണ്. കാരണം ഇവിടെ മുന്നിൽ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഞാൻ സ്ലോ ചെയ്തു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓരോ ഗിയറിലേക്ക് പോകുമ്പോഴും വാഹനത്തിന് റണ്ണിങ് ആവശ്യമാണ്. അടുത്ത ഓരോ ഗിയർ ഇടുമ്പോഴും വാഹനത്തിന്റെ വേഗത മുന്നിലേക്ക് സ്വാഭാവികമായിട്ടും വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ 20 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15 കിലോമീറ്റർ വേഗത വേണം. തേർഡിലേക്ക് പോകുമ്പോൾ ഒരു 25-30 കിലോമീറ്റർ വേഗത വേണം. ഫോർത്തിലേക്ക് പോകുമ്പോൾ ഒരു 40 കിലോമീറ്റർ അടുത്ത് വേഗത വേണം. ഫിഫ്ത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 45 കിലോമീറ്ററിനോട് അടുത്തൊരു വേഗത വേണം. അങ്ങനെ നമ്മൾ വാഹനം മുന്നോട്ട് ഗിയർ ഇടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തിന് വേഗതയാക്കിയിട്ട് വേണം നമ്മൾ ക്ലച്ച് ചവിട്ടി ഓരോ ഗിയർ ഇടാൻ. അങ്ങനെ ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും തെറ്റില്ല. നിങ്ങളിൽ പല ആൾക്കാരും ടൈമിങ്ങിൽ ആക്സിലറേഷൻ കൊടുക്കത്തേ ഇല്ല. ആക്സിലറേഷന്റെ അളവ് കുറവായിരിക്കും അടുത്ത ഓരോ ഗിയർ ഇടാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ ജെർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.